വിശുദ്ധരെ നമ്മൾ അല്പസമയം ചിന്തിക്കുന്ന വചനം ഇതാണ്. ഈശോയുടെ അവസാനത്തെ വാക്യമാണ് സുവിശേഷം. എന്തായിരുന്നു അത്? ഓർക്കുന്നുണ്ടോ? പറയൂ, എന്താണ്? അവിടെ പുറയിൽ നിന്നൊക്കെ വരട്ടെ. നിങ്ങൾ അവിടെ മൈക്ക് ഒക്കെ ഓണല്ലേ? നിങ്ങളുടെ ചെക്കിങ് കൂടി ചെയ്യാതെ വിചാരിച്ചിട്ടാണ്. എന്താണ് അവസാനത്തെ വാക്യം? സുവിശേഷം ഈശോയുടെ കൈപൊക്കി പറ. എല്ലാവരും പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. കൈപൊക്കി പറ. കൈപൊക്കുമ്പോൾ ആരുമില്ലല്ലേ? എന്നാൽ പിന്നെ എല്ലാവരും പറഞ്ഞ് കേൾക്കട്ടെ. അതെ, ഈ വചനത്തെ പറ്റിയാണ് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത്. യുഗാന്ത്യം വരെ ഞാൻ കാര്യം ലേഖനത്തില് പൗലോസ് നമ്മോട് പറഞ്ഞു, യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിവുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ യേശു പറയുന്നത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായി. ഈ യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും മന്ദതയുള്ളവരായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഗുണമില്ലാത്തവരായി മാറുന്നത്? എന്തുകൊണ്ടത്? ഒരു ഉത്സാഹമില്ല പലപ്പോഴും. എന്നാൽ ചില കാര്യങ്ങളോ ഞാൻ ചിലപ്പോഴും പ്രശ്നങ്ങളെ കാര്യങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു ഉത്സാഹമില്ല. അത് പ്രാർത്ഥന കഴിഞ്ഞ വീട്ടിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞത് ഭയങ്കര ഉണർവാണ്, എനർജറ്റിക് ആണ്. അവർ എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥന തന്നെ ഒഴിഞ്ഞ് തൂങ്ങിത്താളുന്നത്. നമ്മുടെ ആത്മാവനാണ് പോഷണം കൊടുക്കുന്നത്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇഷ്ടംപോലെ പോഷണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ മണ്ണിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ ശരീരം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴൊക്കെ എന്താ പറയുക, ചുളിവൊക്കെ വീണ് അല്ലേ? ആത്മാവിനെ പോഷിപ്പിക്കുക. അത് ഈശോ നമ്മളിൽ ഉണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പോഴാണ് അകതാരിൽ ഉണർവുണ്ടാവുന്നത്. പരിശുദ്ധാത്മാവിന്റെ പാട്ടിൽ എന്താ പറയുന്നത്? അകതാരിലുണർവിന്റെ പനിനീർ കൂട. ഇത് നമുക്ക് ഈ അകതാരിൽ ഉണർവില്ല. അതാണ് പ്രശ്നം. നമ്മളതിനെ പറ്റിയാണ് നമ്മൾ ശ്രമിച്ചത്. പ്രിയമുള്ളവർ, ഈശോയുടെ സാന്നിധ്യം നമുക്ക് എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈശോയുടെ സാന്നിധ്യം? നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കി. പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ നമുക്ക് സമയധികമില്ല. ഈശോയുടെ സാന്നിധ്യം നമുക്ക് എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്? ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. കാരണം അവരൊന്നും യേശുന്നില്ല. അത് ഈശോയുടെ സാന്നിധ്യം എങ്ങനെയാ ലൈവായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്താണ് പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞോ, അതൊന്നും തെറ്റില്ല. ആ ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഈശോയുടെ സാന്നിധ്യം എങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നേ? കൈ വിശേഷിച്ച് പറ. ഉപകാരം ചെയ്യുമ്പോൾ വെരി ഗുഡ്. ഒരു കൈയടി കൊടുത്തേ ആ സഹോദരിക്ക്. വെരി ഗുഡ്. വേറെ? കാരണം അതൊരു ആത്മാവിലെ ഒരു ആനന്ദമാണ്, ഒരു ഉണർവാണ്. അതാണ് ആ ചേച്ചി പറഞ്ഞത്. ദൈവവചനം എന്ന് പറയുന്നത് ഒരു കൈയ്യിൽ കൊടുക്കുക കേട്ടോ. റോഹനാണ് പറഞ്ഞത് ദൈവവചനം എന്നുള്ളത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മരിയാണ് അല്ലേ? മരിയയ്ക്ക് ഒരു കൈയ്യിൽ കൊടുക്കുക. എന്താണ് കൈയടിക്കുക? ഇതൊക്കെയാണ് നമ്മൾ കൈയടിക്കേണ്ടത്. അല്ലാണ്ട് ഈ ചാനലിലെ ബിഗ് ബോസ് കാണുമ്പോഴല്ല കൈയടിക്കേണ്ടത്. ഓക്കെ, കുമ്പസാരം. വെരി ഗുഡ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കുകയാണ് ഈശോയുടെ സാന്നിധ്യം പ്രധാനമായിട്ടും പലതരത്തിൽ അനുഭവിക്കാൻ പറ്റും. പക്ഷെ വളരെ പ്രധാനമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏതാനും മേഖലകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈശോയെ അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഈ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, ഈശോയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈശോ പറഞ്ഞാൽ ലോകാവസാനം വരെ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞു. അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് യോഹന്നാൻ 16:5 വിത്ത് വചനങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും അത് ഉള്ളിലിരിക്കും. പരിശുദ്ധാത്മാവിലൂടെ യോഹന്നാൻ 16:5-7 വായിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിൽ
ഞാനില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. കേട്ടോ, പോണതിന് മുൻപ് ശിഷ്യന്മാർ ക്ലാസ് കൊടുക്കാണ്. 15-26 വായിക്കും. ഞാൻ ഇനി എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത് എന്നാണ് ക്ലാസ് കൊടുക്കുന്നത്. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. കണ്ട, അപ്പൊ ഈ സത്യാത്മാവിലൂടെയാണ് ഞാൻ ഈ ലോകത്ത്. അപ്പോസ്തല പ്രവർത്തനം 1:6-9. അപ്പോസ്തല പ്രവർത്തനം 1:6-9. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ കാര്യമാക്കേണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പോവാൻ പോവാണ്. എവിടേക്ക് പോണത്? ആകാശത്തിലേക്ക് ഉയർന്നു പോകും. അപ്പൊ ശിഷ്യന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈശോ പറയണത്, ഇനി എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരിക്കും? ആത്മാവിലായിരിക്കും. അത് പരിശുദ്ധാത്മാവിന്റെ ആയിരിക്കും. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, പെട്ടെന്നാവട്ടെ, പറഞ്ഞോ. പരിശുദ്ധാത്മാവ് സ്വീകരിച്ചിട്ടുണ്ടോ നമ്മള്? എങ്ങനെ? ഒരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റണം. ഇങ്ങനെ മുറുമുറുക്കലല്ലെന്നേ തുറന്നു പറയുന്നത്. തെറ്റില്ലെന്ന് ഇവിടെ തെറ്റില്ല, വിട്ടിത്തരമില്ല. നിങ്ങൾ നിങ്ങളുടെ ബോധ്യങ്ങളാണ് പറയുന്നത്. പറയൂ. മാമോദിസയിലൂടെ, സൈലൂടെ അല്ലേ, ഉദാശങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പക്ഷെ മാമോദിസയിൽ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും സൈലേവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ, സ്നേഹത്തിൽ വർദ്ധിക്കുമ്പോൾ ഈ ആത്മാവ് ആക്റ്റീവാകും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിർവീര്യമാക്കരുത്. കണ്ടോ? അപ്പൊ ഈ ആത്മാവ് ആക്റ്റീവ് ആകുമ്പോഴാണ് അവിടെ ദൈവം വസിക്കുന്നത്. പരസ്പര സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് ആക്റ്റീവ് ആകുന്നത്. അതാണ് 1 യോഹന്നാൻ 4:12-13 വാക്യങ്ങൾ വായിക്കുക. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. കണ്ടോ? പരസ്പരം സ്നേഹിക്കുക, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ലൈവായിട്ട് ഈ ആത്മാവിനെ, ഈ ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് പരിശുദ്ധാത്മാവിലൂടെ ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഈശോയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ എമാവുസിലേക്ക് ശിഷ്യന്മാർ നമുക്കറിയാം. അവരങ്ങോട്ട് പോകണം. അവർ എമാവുസിലേക്കാണ് പോകുന്നത്. അവരുടെ കൂടെ അപരിചിതൻ കൂടെ കൂടി അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. യാത്ര എത്തേണ്ട അടുത്ത് കഴിഞ്ഞപ്പോൾ അപരിചിതൻ വേറെ വഴിക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ഇവിടെ കൂടാം, വൈകുന്നേരം അവിടെ കൂടാം. വൈകുന്നേരം അവിടെ കൂടി കഴിഞ്ഞപ്പോൾ അപരിചിതൻ എന്ത് ചെയ്തു? മറന്നുപോയോ? ഈ വചനങ്ങൾ നമ്മൾ ഓർത്താലുണ്ടല്ലോ, അതും ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ജീവിതത്തിൽ പെട്ടെന്ന് ചില അപകടത്തിൽ നമ്മൾ പെടുമ്പോഴായിരിക്കും വചനം ഓർക്കണത്. അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാം. കാരണം വചനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാര് ഉണ്ട്. ഈ തേനീച്ചയും അട ഇരുന്ന് തേനീച്ചകളിരിക്കുന്ന പോലെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്താണത്? അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവൻ അപ്പം തന്നെ അപ്രത്യക്ഷനായെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ തന്നെ അപ്രത്യക്ഷൻ. അപ്പോൾ അതായത് ഈശോ പറയുന്നത് എന്താ? ഇനി മുതൽ എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എപ്പോഴാ? അപ്പം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ? മുറിച്ച് നിങ്ങൾ തിന്നുമ്പോൾ. അതാണ് ഈശോ പറഞ്ഞത്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളത് ചെയ്യും. ഇതിനെപ്പറ്റി വലിയ വെളിച്ചം നമുക്ക് കിട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 6:48-59 വാക്യമാണ്. ഇത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈശോ ഈ കാര്യത്തെപ്പറ്റി, ഈശോയുടെ പീഡാനുഭവ ഈ കുരിശ് തറക്കപ്പെടുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ് ഈശോനെ പറ്റി പറയുമ്പോൾ ഒരു ചുക്ക് മനസ്സിലാവുള്ള അവിടെയുള്ള ആൾക്കാർക്ക്. അപ്പൊ അവരുടെ ചില പ്രതികരണങ്ങളുടെ രസമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ 6:48-59. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല.
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് 59 വായിക്കണം. എൻ്റെ ശരീരമാണ് ഞാൻ അപ്പമായിട്ട് തരുന്നതെന്നാണ് ഈശോ പറയുന്നത്. അതെന്താ ആളുകൾക്ക് മനസ്സിലാവുള്ള. ഇനി നീ ശ്രദ്ധിക്കും ഇതിനെപ്പറ്റി എന്താ സംഭവിച്ചത്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ട്. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവർ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. അതായത് യഹൂദർ പറഞ്ഞത് ഇവൻ എന്തേ പറഞ്ഞത്, ഇവനെ തിന്നണമെന്നോ? അങ്ങനെ യഹൂദർ ചോദിക്കുന്നത് ഇവനെ തിന്നാൻ. എന്താ അവർക്ക് മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാവാത്ത കാര്യമാണ് ഈശോ അന്ത്യത്താഴ്വേളയിൽ മരിക്കുന്ന തൊട്ട് തലേ ദിവസം അപ്പമെടുത്ത് ഉയർത്തി. കണ്ടോ, ആ അപ്പത്തിലേക്ക് ഈശോ തന്നെ എന്ത് ചെയ്യാണ്? ആവാഹിക്കുകയാണ്. വൈനെടുത്തു ഉയർത്തി. വൈൻ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിൽ മദ്യം എടുത്തു നോക്കിയാണ്. അതൊക്കെ അവരവരുടെ രീതി. കർത്താവിശ്വസിയെ പറ്റി ഞാൻ പറയുന്നത്. അവിടുന്ന് വൈനെടുത്ത് അവിടുന്ന് അത് ആവാഹിക്കുകയാണ്. മനസ്സിലാവുമല്ലോ. എന്നിട്ട് പറയാണ് ഇതിൻ്റെ ശരീരമാണ്, ഇതിൻ്റെ രക്തമാണ്. ഇന്നും നമ്മളത് എന്നിട്ട് പറയുന്നത് ഇന്ന് നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. ഇന്നും നമ്മളത് ചെയ്യുമ്പോൾ അവിടെ ആര് സന്നിഹിതനാണ്? ഈശോ സന്നിഹിതനാണ്. പിറ്റേ ദിവസം ഈശോ ചെയ്യാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈശോ സ്ഥാപിക്കുകയാണ് വിശുദ്ധ കുർബാന. പിറ്റേ ദിവസം അവിടുത്തെ ശരീരം കീറി മുറിക്കപ്പെടും, അവിടുത്തെ രക്തം ഒലിക്കപ്പെടും. അപ്പോൾ തൊട്ട് തലേന്ന് കൗതാശികമായിട്ട് ഈ കാര്യം, അതിന് ബലി എന്ന് പറയുന്നത്, ഈ കാര്യം ഈശോ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് ഞാൻ ബലി അർപ്പിക്കുകയാണ്, ഏകബലി. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കൂടി ബലി അർപ്പിക്കേണ്ടത്. അതാണ് ഈശോ പറയുന്നത്. വളരെ കൃത്യമല്ലേ, വളരെ സ്പഷ്ടമല്ലേ? അതാണ് 1 കൊറിന്തോസ് 11:23-26 പറയുക. ശ്രദ്ധിക്കുക. 1 കൊറിന്തോസ് 11:23-26. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യമിതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുന്നു. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതിൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് 2 കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 1 പരിശുദ്ധാത്മാവിലൂടെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. 2 പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. 3 വചനത്തിലൂടെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. അതാണ് ഈശോ എമാവൂസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ കൂടി ഈശോ വചനം പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഹൃദയം ജ്വലിച്ചു എന്ന് പറയുന്നത്. അത് അവർക്ക് ഉണർവാണ്, ഉന്മേഷമാണ്. പരിശുദ്ധാത്മാവുള്ള വചനത്തിലൂടെ ഒരു വ്യക്തിയുള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ അതാണ്. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 1:23 വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വചനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ വചനം ഞാനാണ് എന്നാണ് ഈശോ പറയുന്നത്. ശ്രദ്ധിക്കാം. യോഹന്നാൻ 14:23. അവസാനിച്ചോട്ടെ. കൂടുതൽ കട്ടിയുള്ളത് എന്തല്ലേ? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. വചനാനുസരിച്ച് ജീവിച്ചാൽ മതി. വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ആത്മീയമായിട്ട് അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മതി. പരിശുദ്ധാത്മ നിറഞ്ഞവരായിട്ട് നമ്മൾ ജീവിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ഇതാണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടിയുണ്ട്, അത് പരസ്നേഹ പ്രവൃത്തിയാണ്. അപ്പോൾ പരസ്നേഹ നമ്മൾ ആത്മാർത്ഥമായിട്ട് വ്യക്തിയെ സഹായിക്കുമ്പോൾ, നിഷ്കളങ്കമായിട്ട് നമ്മൾ ആ വ്യക്തിയെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്. എന്താണ്? ആ അന്ത്യവിധിയുടെ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വാ, നിങ്ങൾ എൻ്റെ രാജ്യാവകാശം എടുക്കുക. കാരണം എനിക്ക് വിശ്വസം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തോന്നും,
എനിക്ക് ദാഹിച്ച് കുടിക്കാൻ തോന്നി, ഞാൻ നഗ്നായിരുന്നു എന്നെ ഉടുപ്പിച്ചു, ഞാൻ കരാഗ്രഹത്തിലായിരുന്നു എന്നെ എടുത്തു വന്നു, ഞാൻ പരദേശിയായിരുന്നു എന്നെ സ്വീകരിച്ചു. കണ്ടോ? അപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, കർത്താവേ ഇത് എപ്പോഴാണ് സംഭവിച്ചത്? അപ്പൊ എന്താ ഈശോ മറുപടി പറയുന്നത്? ഈ എളിയ സഹോദരന്മാരുണ്ട് ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഈശോ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഈശോയെ അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. അതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുക. യുഗാന്ത്യം വരെ ഞങ്ങളോട് ഉണ്ടായിരിക്കും എന്ന് ഈശോ പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ നമ്മുടെ ഇടയിലുണ്ട്. ഈശോയെ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള വെല്ലുവിളി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.